വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ഞായറാഴ്ച രാവിലെ നട തുറക്കാനായി പൂജാരി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മണിക്കിണറിന് സമീപം ഓടുപൊട്ടിച്ച അകത്ത് കടന്നാണ് കള്ളൻ മോഷണം നടത്തിയിട്ടുള്ളത്. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത്. ഏകദേശം 10,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള നടയിലെ ഭണ്ഡാരം ആരോ കുത്തി തുറന്ന് അതിലുണ്ടായിരുന്ന ഏകദേശം 10,000-ഓളം രൂപ മോഷണം പോയിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ ചുറ്റും ധാരാളം ഭണ്ഡാരങ്ങളുണ്ട്, അതൊന്നും മോഷണം പോയിട്ടില്ല. ഈ ഒരു ഭണ്ഡാരം മാത്രമാണ്, ഇതിലെ പൈസ മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തു കൂടി ഓട് ഇളക്കി മാറ്റി അവിടെ കാണുന്ന ചെറിയ മണിക്കിണറുണ്ട്, അതിലേക്ക് ചവിട്ടി ഇറങ്ങിയിട്ടാണ് ഈ പൈസ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തെ ഉൾവശത്തെക്കുറിച്ചും അത്യാവശ്യം വിവരമുള്ള ഒരാൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് ആണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഇ, സെക്രട്ടറി ചാമി ഇ, ട്രഷറർ രാംദാസ് ഒ, മറ്റ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് ചെർപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. പ്രദേശത്തെ കള്ളന്മാരുടെ ശല്യവും ക്ഷേത്ര പരിസരത്ത് മാലിന്യ നിക്ഷേപവും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണെന്നും രാത്രിയിൽ ഈ ഭാഗത്ത് പോലീസ് പട്രോളിംഗ് വേണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി വെളിച്ചാവുന്നതിന് മുന്നേ ആയിരിക്കാം ക്ഷേത്രത്തിൽ കള്ളം കടന്ന് ഭണ്ഡാരം തുറന്ന് മോഷണം നടത്തുകയും നടത്താനുള്ള സാധ്യത തെക്ക് വശത്ത് കൂടെ ഓട് പൊളിച്ചിറങ്ങി കിണറിൻ്റെ പടി ചവിട്ടിയിട്ടൊക്കെയാണ് കള്ളം നടത്തുകയെന്ന് ഭണ്ഡാരം തുറന്ന്. അപ്പോൾ ഏകദേശം 10,000 രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് ക്ഷേത്ര ഭാര്യകൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് കള്ളന്മാരുടെ ശല്യം, അതുപോലെ മാലിന്യം തള്ളണ ഇത് ക്ഷേത്ര പരിസരത്ത് ഇതിൻ്റെ മുന്നേ ഒരു കക്കൂസ് മാലിന്യം കളഞ്ഞാൽ, ഈ കോഴികളുടെ മാലിന്യം തള്ളൽ, ലഹരി വിരുദ്ധങ്ങൾ, അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ അധികവും. ഞങ്ങൾ അതിനെതിരായിട്ട് ശക്തമായി ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ രാത്രി നേരത്ത് പോലീസിൻ്റെ പെട്രോളിംഗ് ഇവിടെ നിർബന്ധമായി ആവശ്യപ്പെടുകയാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.